നല്ല ടേസ്റ്റി ആയിട്ടുള്ള സേഗോ ബനാന പായസത്തിൻ്റെ റെസിപ്പി നോക്കാം. അതിനായി 1 കപ്പ് ചവ്വരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇനി ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമൊഴിച്ച് ഇതൊന്ന് കുതിർത്താനായിട്ട് മാറ്റി വയ്ക്കാം. ഒരു അരമണിക്കൂർ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നന്നായിട്ട് ഇനി ചവ്വരിയെല്ലാം ഒന്ന് കുതിർന്ന് കിട്ടും. ഇതിപ്പോൾ ചവ്വരി ഒന്ന് കുതിരാൻ വെച്ചിട്ട് ഒരു അരമണിക്കൂറായിട്ടുണ്ട്. നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം. ചവ്വരിയെല്ലാം ഒഴിച്ചു കൊടുത്ത വെള്ളമെല്ലാം ഒന്ന് വറ്റി നന്നായിട്ട് ഇനി ഒന്ന് സോക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിനായി ഒരു പാത്രത്തിലേക്ക് നമുക്ക് 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് കുതിർത്തി വെച്ചിട്ടുള്ള ചവ്വരി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇതൊന്ന് ട്രാൻസ്പെറൻ്റായി വരുന്നതുവരെ ഒന്ന് വേവിച്ചിട്ട് എടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് ഇനി ചവ്വരിയെല്ലാം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. അടുത്തതായി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചതിന് ശേഷം അതിലേക്ക് ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ഇനി ഒന്ന് ചൂടായി വന്നതിന് ശേഷം കുറച്ച് കാഷ്നട്ട് ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. കാഷ്നട്ടും കിസ്മിസൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം എടുക്കാവുന്നതാണ്. കാഷ്നട്ട് ഫ്രൈ ആയി വന്നതിന് ശേഷം കിസ്മിസും കൂടെ ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. ഇത് രണ്ടും നന്നായിട്ട് ഇനി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിവിടെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും കൂടെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് 2 നേന്ത്രപ്പഴം നന്നായിട്ട് പഴുത്തിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇനി ഒന്ന് വഴറ്റിയിട്ട് എടുക്കാം. പഴമെല്ലാം നന്നായിട്ട് തന്നെ ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി ഈ തവി കൊണ്ട് ഒന്ന് ഉടച്ചും കൂടെ എടുക്കണം. ചെറുതായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി അതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് പൊടിച്ച ശർക്കര എടുത്തതിന് ശേഷം 1 കപ്പ് വെള്ളമൊഴിച്ച് ഒന്ന് മെൽറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. കല്ലുള്ളതാണെങ്കിൽ അരിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ഞാനിവിടെ കല്ലില്ലാത്തതായതുകൊണ്ടാണ് ഡയറക്റ്റായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പഴത്തിൻ്റെ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. നന്നായിട്ട് ഈ പഴത്തിൽ ഈ ശർക്കര പാനിയെല്ലാം ഒന്ന് പിടിച്ച് ഒന്ന് തിളച്ച് വരണം. അതുവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഇനി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ നമുക്കതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചവ്വരി ചേർത്ത് കൊടുക്കാം. ആ വെള്ളത്തോട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്ത് തിളപ്പിച്ചിട്ട് എടുക്കണം. ആ ചവ്വരിയിൽ നന്നായിട്ട് ഇനി ശർക്കര പാനിയെല്ലാം ഒന്ന് പിടിച്ച് വരുന്നതുവരെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഇനി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഇനി നല്ലൊരു ഫ്ലേവറിനായിട്ട് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് 1 പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് അതിലേക്ക് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 2 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം പിന്നീട് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ മതിയാകും. ലാസ്റ്റ് അതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള കാഷ്നട്ടും കിസ്മിസും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സേഗോ